നിയമസഭയിലെ ചരിത്രപരമായ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി വിശിഷ്ട അതിഥികളോടൊപ്പം പങ്കെടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയായിരുന്നു ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ആ ചടങ്ങിന്റെ ഭാഗമാവുകയും ചെയ്തു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആയിരുന്നു ചടങ്ങ് നടന്നത്. ചൈനയ്ക്ക് ശേഷം ലോകത്താദ്യം അതാണ് ഇന്ന് കേരളം സ്വന്തമാക്കിയ അതിദാരിദ്ര്യമുക്ത പ്രദേശം എന്ന നേട്ടം. സർക്കാരിന്റെ ഒരു അഭിമാന നേട്ടം എന്നതിലുപരി കേരളത്തിലെ ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടമാണ് കേരളം ഇന്ന് പ്രഖ്യാപിച്ചത്. 69ാമത് കേരളപ്പിറവി ദിനമായ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന വലിയൊരു ചടങ്ങിൽ ഈ പ്രഖ്യാപനം നടത്തി. വിശിഷ്ടാതിഥിയായി മമ്മൂട്ടിയും മന്ത്രിതലത്തിലുള്ള വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, മുഹമ്മദ് റിയാസ് തുടങ്ങിയ മന്ത്രിമാരും ഒപ്പം രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ വിവിധ മുതിർന്ന നേതാക്കളടക്കം ഇവിടെ സന്നിഹിതരായിരുന്നു. ഈ ഒരു നേട്ടം തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഓരോ ജീവനക്കാർക്കും ഓരോ മലയാളികൾക്കും അവകാശപ്പെട്ടതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. മനുഷ്യന്റെ ഇച്ഛാശക്തിയും സാമൂഹിക ഇടപെടലും കൊണ്ട് ചെറുത്തു തോൽപ്പിക്കാവുന്ന ഒരവസ്ഥയാണ് അതിദാരിദ്ര്യം എന്നത്. ഈ നാടിന്റെ ആകെ സഹകരണത്തോടെയാണ് ആ ദുരവസ്ഥയെ നാം ചെറുത്തു തോൽപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് നാളത്തെ വിശ്രമ ജീവിതത്തിനും ചികിത്സയ്ക്ക് ശേഷം കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ ആദ്യ പൊതുപരിപാടിയായിരുന്നു ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ഈ പരിപാടി. തുടക്കം തന്നെ വളരെ തമാശ രീതിയിൽ തന്നെയായിരുന്നു മമ്മൂട്ടി വാക്കുകൾ പങ്കുവച്ചത്. അതായത് തന്നേക്കാൾ പ്രായം കുറഞ്ഞ കേരള നാട്ടിന് ഇത്രയും വലിയൊരു നേട്ടം കൈവരിക്കാൻ വന്നതിൽ അദ്ദേഹം അഭിമാനം രേഖപ്പെടുത്തി. കേരളത്തിനേക്കാൾ ഒരു 4-5 വയസ്സ് കുറവാണ്. കേരളം എന്നേക്കാൾ ഇളയതാണ്, എന്നേക്കാൾ ചെറുപ്പമാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ കേരളം എത്രത്തോളം ചെറുപ്പമാണ്. ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടെങ്കിലും വിശക്കുന്ന വയറിന് മുമ്പിൽ ഒരു വികസനത്തിനും വിലയില്ല. ആ വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ കാണേണ്ടതും പൂർത്തീകരിക്കേണ്ടതും. ഇന്നിവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സന്തോഷം അതിന്റെ മാതൃകയാകട്ടെ, ആരംഭമാകട്ടെ. രണ്ടാം ഇടത് സർക്കാരിന്റെ ഓരോ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും ഒരു മൂന്നാം സർക്കാരിലേക്ക് ഈ ഗവൺമെന്റ് കടക്കുമെന്നുള്ളൊരു സൂചനകൾ നൽകിയും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ വിമർശിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചതിന്റെ സ്റ്റാറ്റസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി മമ്മൂക്കയ്ക്ക് സമ്മാനിച്ചുകൊണ്ട് പ്രകാശനം ചെയ്തു. മുഖ്യാതിഥികളായി മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലും കമൽഹാസനും എത്തേണ്ടിയിരുന്നു. പക്ഷേ അവരുടെ അസൗകര്യങ്ങൾ കാരണം അവർക്ക് എത്താൻ കഴിഞ്ഞില്ല. ആ ഒരു കുറവ് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ചടങ്ങ് അതിഗംഭീരമായിരുന്നു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഈ ഒരു അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിനൊപ്പം തന്നെ ഇതിന്റെ രണ്ടാം ഘട്ട പ്രഖ്യാപനവും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു അതിദാരിദ്ര്യമുക്ത നേട്ടം കൂടുതൽ വർഷങ്ങൾ നിലനിർത്താനും അത് ദാരിദ്ര്യമുക്തത്തിലേക്ക് അടക്കം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.